ഹലോ ഡിയേഴ്സ്, ഞങ്ങളുടെ ഒരു കുഞ്ഞു ഓണം വ്ലോഗിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ബിലേറ്റഡ് ഓണാശംസകൾ. എന്താ ഇത്ര നേരത്തേന്ന് ചോദിച്ചാൽ ഓണമല്ലേ, അതിൻ്റെ ക്ഷീണമൊക്കെ മാറ്റിയിട്ടിടാമെന്ന് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഓണത്തെക്കുറിച്ച് പറയാമെന്ന് വെച്ചാൽ ഇപ്രാവശ്യത്തെ ഓണം കുറച്ചൊരു സീനായിരുന്നു. എന്താണെന്ന് വെച്ചാൽ തലേന്ന് തന്നെ നമ്മൾ അലാറമൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് കിടന്നത്. അമ്മ രാവിലെ അമ്പലത്തിൽ തൊഴാൻ പോകണമെന്നൊക്കെ പദ്ധതി ഇട്ടിട്ടാണ് കിടന്നത്. അപ്പം അലാറം ചതിച്ച് നമ്മൾ കുംഭകർണന്മാരെ പോലെ തന്നെ അങ്ങ് ഉറങ്ങി. ഓണായിട്ടും നമ്മൾ ആരും എഴുന്നേറ്റില്ല. അപ്പോൾ എഴുന്നേൽക്കുന്നത് വെച്ചാൽ ഒരു ഫോൺ കോളിലൂടെയായിരുന്നു. ആ ഫോൺ കോൾ എന്ന് വെച്ചാൽ ഒരു രാവിലെ തന്നെ ഒരു മരണവാർത്ത അറിയിക്കാനാണ് വിളിച്ചത്. അപ്പോൾ അമ്മയുടെ തറവാടിലെ ഒരു ബന്ധുവാണ് മരിച്ചത്. 3 തലമുറ കഴിഞ്ഞാൽ ഈ പുല എന്ന് പറയുന്ന സമ്പ്രദായം ഉണ്ടല്ലോ, അപ്പം അത് 3 തലമുറയ്ക്ക് ശേഷം ബാധിക്കില്ല എന്നാണ് അവർ പറഞ്ഞത്. അപ്പം എനിക്കോ അമ്മക്കോ ഒന്നും നമ്മുടെ വിളക്ക് കത്തിക്കാൻ പറ്റില്ല. അപ്പോൾ രാവിലെ തന്നെ കുറച്ച് സമയം അങ്ങനെ പോയി. അവിടെ മരിച്ച വീട്ടിൽ പോകണം. അപ്പം മരിച്ച വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ ഉച്ചക്കത്തെ ഒരു പരിപാടി നടക്കില്ല. അപ്പം പിന്നെ വിചാരിച്ചു എന്നാൽ പിന്നെ സഞ്ചയനത്തിന് പോകാമെന്ന് വെച്ചിട്ടാണ് ഇന്നത്തെ ദിവസം ആരും പോകുന്നില്ല. ഓണത്തിൻ്റെ ദിവസം ആരും പോയിട്ടില്ല, സഞ്ചയനത്തിനാണ് പോയത്. അപ്പോൾ പൊന്നൂസ് രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് അവളാണ് വിളക്ക് വെച്ചത്. അപ്പം ചിലപ്പം നമുക്ക് പൊലി ആയതുകൊണ്ട് അമ്പലത്തിലേക്ക് പോകാൻ പറ്റാത്തതുകൊണ്ടായിരിക്കണം നമ്മൾ അലാറം അടിക്കാതിരുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചു ഗൈസ്. അങ്ങനെ ഇത് അവളുടെ ഓണക്കോടി പട്ടുപാവാടയാണ് എടുത്തത്. എന്തുണ്ട്, നല്ലല്ലേ? ഞാനാണ് എടുത്തത്, സെലക്ഷൻ എൻ്റെതാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഓണത്തിന് തലേന്ന് തന്നെ പൂവൊക്കെ ഇറുത്ത് വെച്ച് കളമൊക്കെ വരച്ച് വെച്ചിട്ടാണ് കിടക്കാറ്. ഇപ്രാവശ്യം കുറച്ച് പൂവേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അത് നമുക്ക് പൂ ഇടുന്ന സമയത്ത് നമുക്കതിങ്ങനെ മറ്റേ പിച്ചി എടുത്തിട്ട് ഇടാം, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ അതൊന്നും ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ 8ൻ്റെ പണിയായിട്ടാണ് നമുക്ക് കിട്ടിയത്. ഓണത്തിന് കുറേ ടൈമായിട്ടുണ്ടായിരുന്നു. എഴുന്നേൽക്കാൻ നേരം വൈകി. പിന്നെ ഈ ന്യൂസ് കേട്ട പിന്നെ എല്ലാവരും പോകണോ വേണ്ടതെന്നില്ല ഇതിൽ കുറേ സമയം ഇരുന്ന് പൊന്നൂസ് എഴുന്നേൽക്കാൻ വേണ്ടി കാത്തു നിന്ന് അങ്ങനെ കുറേ ടൈം. അതുപോലെ തന്നെ ചായക്കടി നമുക്ക് 8ൻ്റെ പണിയാണ് തന്നത്. നമ്മൾ ഡബിൾ ഹോഴ്സിൻ്റെ മിക്സാണ് വാങ്ങിച്ചത്. അതിൻ്റെ അകത്ത് പുറത്ത് നൂലപ്പവും അതുപോലെ തന്നെ പാലപ്പം പിന്നെ നെയ്പ്പത്തലും കൂടി ഉണ്ടായിരുന്നു. നെയ്പ്പത്തലല്ല, പത്തൽ. അതിൻ്റെ ചിത്രം കണ്ടിട്ടാണ് വാങ്ങിച്ചത്. അപ്പം ഞാൻ വിചാരിച്ചാൽ എന്നാൽ പിന്നെ വെള്ളയപ്പവും സ്റ്റൂ ആക്കാം. അപ്പോൾ അതൊന്നും നടക്കില്ല എന്തായാലും അതിനെക്കൊണ്ട്. അത് വറുത്ത പൊടിയാണ്. അപ്പം അത് ആക്കണമെങ്കിൽ തലേന്നെല്ലാം സെറ്റാക്കി വെച്ചിട്ട് ഇതാക്കേണ്ടി വരും. കുറേ മണിക്കൂർ എടുക്കണം അത് വെള്ളയപ്പമായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം വിചാരിച്ച് വെള്ളയപ്പം വേണ്ട, നമ്മുടെ നൂലപ്പാക്കാം. നൂലപ്പം ആകുന്നില്ല, അത് ഞാൻ തരിതരിയായിട്ട് ഇങ്ങനെ വീകുന്നതുകൊണ്ട് അതും ആകുന്നില്ല. പിന്നെ നമ്മൾ നെയ്പ്പത്തലാണ് ആക്കിയത്. അതിൻ്റെ അകത്ത് കുറച്ച് തേങ്ങ വിട്ട് ആ പൊടിയിട്ട് നന്നായിട്ട് മിക്സിയിട്ട് അരച്ച ശേഷമാണ് നെയ്പ്പത്തലായി കിട്ടിയത്. പൂക്കൾ ഇപ്രാവശ്യം ചെറിയൊരു പൂക്കളാണ് ഇട്ടത്. അങ്ങനെ വലിയ ഡെക്കറേഷൻ ഒന്നും വരുത്തിയിട്ടില്ല, കുഞ്ഞു ഓണപ്പൂക്കളം. മുറ്റത്ത് അതുപോലെ ഒരു ചെറുതിട്ട്, അത് മുറ്റത്തിട്ടത് പൊന്നൂസാണ് കേട്ടോ. അപ്പോൾ അവൾ നന്നായിട്ട് ഒരു ചെറിയൊരു പൂക്കൾ ഇട്ടു. ഈ പറഞ്ഞ പോലെ നെയ്പ്പത്തലും മുട്ടക്കറിയാണ് രാവിലത്തെ ചായക്കടിയാക്കിയത്. അപ്പം അമ്മ അവർക്ക് കൊടുക്കുന്നുണ്ട്, പൊന്നൂസിനും മിന്നൂസിനും കൊടുക്കുന്നുണ്ട്. അച്ഛൻ ആ ടൈമിൽ അനിയൻ ഫോൺ ചെയ്തിട്ടുണ്ട്. അതിനാണ് വീഡിയോ കോളിൽ പൂക്കളൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് പൂക്കളെന്ന് പറയാനൊന്നുമില്ല, എന്നാലും ചെറിയൊരു പൂവാണല്ലോ. എന്നിട്ട് അവർ ചായ കുടിക്കുന്നുണ്ട്, എല്ലാവരും ചായ കുടിക്കും. ഞാൻ നിന്നിട്ടും ഇരുന്നിട്ടൊക്കെ ചായ പെട്ടെന്ന് കുടിച്ചങ്ങ് എൻ്റെ ചായപ്പൊടി അങ്ങ് കഴിച്ചു. ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നല്ല ബ്യൂട്ടീഷ്യൻ പരിപാടി തുടങ്ങി. പൊന്നൂസിനെ നന്നായിട്ട് ഒരുക്കുന്നുണ്ട്. മുല്ലപ്പൂവൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് മുല്ലപ്പൂ ഭയങ്കര ഇഷ്ടമാണ്. മുല്ലപ്പൂവൊക്കെ കുത്തി ഞാൻ നല്ലൊരു സുന്ദരി കുട്ടിയാക്കി. രണ്ടാളും ഞാൻ സുന്ദരി കുട്ടികളാകുന്നുണ്ട്. പക്ഷേങ്കിൽ എനിക്കിങ്ങനെ അടങ്ങിയിരിക്കണം. ഇവൾ നല്ല ബാർബർ ഷോപ്പിലെ കസേര തിരിയുന്നതിൽ അങ്ങോട്ടും തിരിഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ എന്തെല്ലോ അൽക്കുൽസിത എന്ന് പറയേണ്ടത് കുരുത്തക്കട ഒപ്പിക്കും. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ആ ഒരു ക്ലിപ്പിലെടുത്തിട്ട് ഇങ്ങനെ കാണിക്കും, ഇതാണെന്നെല്ലാം പറഞ്ഞിട്ട്. അവൾ തന്നെ ഒരു വ്ളോഗ് ചെയ്യുമോ അതിൻ്റെ ഇടയ്ക്ക്. അപ്പം ഞാൻ വേഗം മുടിയൊക്കെ കെട്ടിക്കൊടുത്ത് മുല്ലപ്പൊക്കെ കുത്തിക്കൊടുത്തു. കുറച്ച് സമയം എടുത്തു, അതിനും കുറച്ച് സമയം എടുത്തു. പൊന്നുവിൻ്റെ കാര്യം പറയാമെന്ന് വെച്ചാൽ അവൾക്ക് ഒരുങ്ങാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സ്വന്തമായിട്ട് തന്നെ പൊട്ടും ചാന്തും ഒക്കെ അവൾ തന്നെ മുഖത്ത് ഇടും. അതുപോലെ തന്നെ മുടിയൊക്കെ അത്യാവശ്യം വാർന്നു കെട്ടാനൊക്കെ അവൾ ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്കും അവളെ ഒരുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നല്ല സുന്ദരി കോതയാക്കാൻ എനിക്കും ഇഷ്ടമാണ്. അവൾ ഒരുങ്ങിയിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അതുപോലെ തന്നെ സ്കൂളിലേക്കെല്ലാം പോകുന്ന ടൈമിൽ വണ്ടി വന്ന് മുറ്റത്ത് നിന്നാലും ഇവൾ പൊട്ട് വെക്കാതെ സ്കൂളിലേക്ക് ഇറങ്ങില്ല. വണ്ടി ലേറ്റ് ആയാലും പ്രശ്നമില്ലായിരിക്കും, എൻ്റെ പൊട്ട് വേണമെന്നില്ലേ കണ്ടീഷനിലാണ് അവൾ നിൽക്കുക.
ഇപ്പം ഐലൈനറൊക്കെ ഇട്ടിട്ടേ ഇറങ്ങൂല്ലോ, അങ്ങനത്തെ ഒരു സംഭവമാണ് നമ്മുടെ പൊന്നൂസ്. എന്തായാലും ഒരുങ്ങിക്കാണാൻ നല്ലൊരു ഭംഗിയാണ്. പിന്നെ വരെ രണ്ടാളും ഒരുക്കിയ ശേഷം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാനിതിൽ കാണിക്കാം. നിങ്ങളെങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയണേ. ഈ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാ ഓണത്തിനും വിഷുവിനും നമ്മളിങ്ങനെ ഭക്ഷണം പിതൃക്കളെ മനസ്സിൽ വിചാരിച്ചിട്ട് അകത്ത് വിളമ്പാറുണ്ട്. അപ്പോൾ അത് ഇപ്പോഴും മുടക്കാറില്ല, ഇങ്ങനെ തുടർന്ന് വരുന്നുണ്ട്. ഇതൊരു 5-10 മിനിറ്റ് ശേഷം ഇല മുടക്കും. എന്നിട്ടാണ് ബാക്കി എല്ലാവരും ഭക്ഷണം കഴിക്കാറ്. അപ്പോൾ നമ്മൾ വീട്ടിലുള്ളവർക്കെന്ന് വെച്ചാൽ കാറ്റും പൊളിച്ചൊക്കെ കണ്ട് ഭക്ഷണം കഴിക്കാനാണ് ഇഷ്ടം. അതുകൊണ്ടാണ് എല്ലാവരും അറിയത്തിരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്നത്. ഞാൻ പൊന്നൂസിനെയും മിന്നൂസിനെയും ഒരു പായിൽ ആണ് ഇരുത്തിയത്. അപ്പോൾ അവരെല്ലാവരും കൂടി കഴിക്കുന്നുണ്ട്. അച്ഛനും ഒരു സൈഡിൽ ഇരുന്ന് കഴിക്കുന്നുണ്ട്. പിന്നെ ഞാനും അമ്മയും അവരെപ്പോഴും ജോയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ കണ്ണൂരുകാരെന്ന് പറയുന്നത് നോൺ വെജിലാണ് ഇല്ലാണ്ട് ഒരു കച്ചവടമില്ല. അവർക്ക് നമുക്ക് മെയിനായിട്ട് ഒരു ഫ്രൈ എങ്കിലും വേണം, ഓണത്തിനായാലും വിഷുവിനായാലും. എന്നാൽ നമ്മൾ ഇന്ന് ഇപ്രാവശ്യം പക്ക ഓണസദ്യയാണ് ആക്കിയത്. പപ്പടം, പഴം, പായസം, സാമ്പാർ, പച്ചടി, അവിയൽ, ഓലൻ അങ്ങനെ എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ആദ്യം കുറച്ച് ലാഗായെങ്കിലും പിന്നെ ഞാനമ്മ ആഞ്ഞു പിടിച്ചുകൊണ്ട് ഉച്ചയാകുമ്പോൾ ഒരു 1:30-1:45 ആകുമ്പോഴേക്കും നമ്മളെ ഓണസദ്യയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ പായസത്തിൻ്റെ ആൾ അച്ഛനാണ്. അത് പായസം ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് ആ ടെൻഷൻ അങ്ങ് ഒഴിവാക്കി കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇടയ്ക്കിടയ്ക്കേ പറയുന്നുണ്ട് എൻ്റെ പായസം എന്തുണ്ട്, അടിപൊളിയല്ലേ. അപ്പോൾ നമ്മളതങ്ങ് സമ്മതിച്ചു കൊടുക്കും. പക്ഷേ കാര്യമാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട്. എനിക്ക് ചോറ് വിളമ്പി തരുന്ന ആളെ കണ്ടല്ലേ, വിളമ്പൽ മാത്രമല്ല അവൾ ഇന്ന് ഒരു കുഞ്ഞു ഉരുള എനിക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ ഇടയ്ക്ക് ആൾക്ക് ഫുഡുകളൊക്കെ കൊടുക്കുന്ന സമയത്ത് ഒരു ട്രിക്ക് ചെയ്യാറുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു പാത്രവും ഒരു സ്പൂണും കൊടുക്കും. അതിൻ്റെ അകത്ത് ഇടയ്ക്ക് കുറച്ച് ചോറും ഇട്ട് കൊടുക്കും. അപ്പോൾ അവൾ അതിങ്ങനെ കോഴിയിട്ട് അപ്പുറത്തിടും ഇപ്പുറത്തിടും അങ്ങനെ കളിക്കുന്ന സമയത്ത് ഞാൻ അവളറിയാതെ അവളെ വയറ് നിറക്കാറാണ് മിക്കവാറും ചെയ്യൽ. അപ്പോൾ കുഞ്ഞു മക്കളുള്ളവർ ഈ ട്രിക്കൊന്ന് ചെയ്ത് നോക്കിക്കോട്ടാ. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുന്നിടയ്ക്ക് ചാടി അമ്മമ്മൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അത് ആ കറിപാത്രത്തിൻ്റെ ഇടയിലൂടെയാണ്. അപ്പോൾ നമ്മളെ ഒരു കുഞ്ഞോണ്ട് ഇത്രയേ ഉള്ളൂ. ടാറ്റാ.